അപ്പോൾ ഇന്ന് ശിവരാത്രി ദിവസമാണല്ലോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോയേക്കാമെന്ന്. സാധാരണ അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകാറുള്ളവരല്ല ഞങ്ങൾ, പക്ഷേ ഇന്ന് പോയേക്കാമെന്ന് തോന്നി. കാര്യം അദ്വികുട്ടൻ ഈ അമ്പലത്തിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. അങ്ങനെ സെറ്റായിട്ടോ, പോകാനൊക്കെ സെറ്റായി. നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഒരുപാട് വേറെ അമ്പലങ്ങളിലോട്ട് വണ്ടി പോകുന്നുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഞാൻ അവരുടെ കൂടെ പോയില്ല. എന്തിനാ വെറുതെ അവരുടെ കൂടെ പോയിട്ട്, കാരണം ഇവരെ എനിക്ക് 8ൻ്റെ പണി തരും, അവർക്കും കൂടി അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ പോയില്ല. നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്താം, എങ്ങനെ വേണമെങ്കിലും പോകാം, അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ വണ്ടിയിൽ സാരി കൊടുത്ത് പോയതിൻ്റെ നല്ല പണി കിട്ടി. എൻ്റെ സാരി എല്ലാം കൂടി ഏതൊക്കെയോ കോലത്തിലായി. അങ്ങനെ എനിക്ക് അദ്വികുട്ടനാണ് കേട്ടോ അത് ശരിയാക്കി തന്നത്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനും, അദ്വി എനിക്ക് അത് ഇത് ചെയ്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞാൽ അവൻ എനിക്ക് നല്ല രീതിക്ക് ചെയ്തു തരും കേട്ടോ. നമ്മൾ കുട്ടികളെ അങ്ങനെ വളർത്തണം, അല്ലാണ്ട് ആൺകുട്ടികളാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ നല്ല രീതിയിൽ എതിർത്ത് വന്നവരെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ആശാൻ ഇവിടെ വന്നാൽ ഇവന് തൊഴുവൊന്നും, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുക അങ്ങനത്തെ പരിപാടി നല്ല ഇഷ്ടം. ആ അമ്പലത്തിൽ വലിയൊരു കാളയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള, അതായത് അത്യാവശ്യം നല്ല വണ്ണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാളയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈടെയായിട്ട് അത് വല്ലാതെ ശോഷിച്ചു പോയിട്ടുണ്ട്. എന്തോ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മൾ ശോഷിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇവൻ കുറേ നേരം അതിനെ നോക്കി നിന്നു. അവന് തൊടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യും മല്ലിയ, ഞങ്ങൾക്ക് എന്താ പറയുക, കണ്ടു നിൽക്കാനേ ആവത്തുള്ളൂ, നമുക്ക് തൊടാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ പിന്നെ ഞാനധികം നിർബന്ധിക്കാൻ പോയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി കണ്ടതുകൊണ്ടാവും തോന്നുന്നു, അതിന് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ഉപ്പുമാവും കാപ്പി ഉണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ ആളെ 1-2 തവണ കാണാതെ പോയി ഗൈസ്. ഞാൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് നേരെ വേറൊരു അമ്പലത്തിലോട്ട് പോയിട്ടോ. അവിടെ നിന്ന് നമുക്ക് അടിപൊളി ശർക്കര പായസം കിട്ടിട്ടോ. ഇവന് ശർക്കര പായസം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഇവൻ അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.